ഡിയർ ഫ്രണ്ട്സ്, അക്കൗണ്ട് റീകൺസിലിയേഷൻ എങ്ങനെ 5 മിനിറ്റിനുള്ളിൽ പഠിച്ചെടുക്കാമെന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഇതിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സൂത്രവാക്യമുണ്ട്. ഇതാണ്: ഒരു ട്രാൻസാക്ഷൻ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അവസാനം കിട്ടേണ്ട ബുക്കിലെ ബാലൻസ് കൂടുതലാണെങ്കിൽ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. അതായത് റീകൺസിലിയേഷൻ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലെഡ്ജർ ബാലൻസും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് അല്ലെ ബാങ്ക് പാസ്ബുക്ക് ബാലൻസും തമ്മിലാണ്. റീകൺസിലിയേഷൻ നമ്മൾ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ലെഡ്ജർ ബാലൻസ് സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ എൻഡ് ബുക്ക് എന്ന് പറയുന്നത് പാസ്ബുക്ക് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ആണ്. ഇനി നമ്മൾ റീകൺസിലിയേഷൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എൻഡ് ബുക്ക് എന്ന് പറയുന്നത് ലെഡ്ജർ അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 3 ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, എ ചെക്ക് വർത്ത് ₹5,000 വാസ് ഇഷ്യൂഡ് ടു എ സപ്ലയർ ബട്ട് നോട്ട് പ്രസൻറ്റഡ് ടു ദ ബാങ്ക്. 2, ആൻ ഇൻഷുറൻസ് പ്രീമിയം $2,000 ഡയറക്ട്ലി പെയ്ഡ് ബൈ ദ ബാങ്ക് ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ലെഡ്ജർ ഓർ ക്യാഷ് ബുക്ക്. 3, ബാങ്ക് ചാർജസ് $200 ഡെബിറ്റഡ് ഇൻ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബട്ട് നോട്ട് എൻറ്റേർഡ് ഇൻ ദ ലെഡ്ജർ ഓർ ക്യാഷ് ബുക്ക്. ഇനി ഈ 3 ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ഒരു റീകൺസിലിയേഷനിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മെത്തഡ്, അത് നമ്മൾ ലെഡ്ജർ ബാലൻസിൽ സ്റ്റാർട്ട് ചെയ്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ എൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ റീകൺസിലിയേഷൻ ചെയ്യുന്നത്. മെത്തഡ് 2ൽ അത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ലെഡ്ജറിൽ എൻഡ് ചെയ്യുന്നു. ഏത് മെത്തഡിൽ ചെയ്താലും നമുക്ക് ഒരേ ആൻസർ തന്നെ കിട്ടും. ഇനി നമുക്ക് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഒന്ന് വിശദമായിട്ട് നോക്കാം. എ ചെക്ക് വർത്ത് ₹5,000 ഇഷ്യൂഡ് ടു എ സപ്ലയർ ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഇൻ ദ ബാങ്ക്. അതായത് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ ബാങ്കിൽ അത് പ്രസൻറ്റ് ചെയ്തില്ല. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷൻ ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുകയും നമ്മുടെ ലെഡ്ജർ ബാലൻസ് കുറയുകയും, എന്നാൽ ഈ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാത്തത് കൊണ്ട് ബാങ്കിൻ്റെ ബാലൻസ് കുറഞ്ഞിട്ടില്ല, അവിടെ ബാങ്ക് ബാലൻസ് കൂടുതലും നമ്മുടെ ലെഡ്ജർ ബാലൻസ് കുറവായിരിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ ഫോർമുല? അവസാനം കിട്ടേണ്ട ബുക്കിലെ ബാലൻസ് കൂടുതലാണെങ്കിൽ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. ഇവിടെ എന്താണ് ഇതിൻ്റെ എഫക്റ്റ്? ചെക്ക് ഇഷ്യൂ ചെയ്തു, ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവസാനം കിട്ടേണ്ടത് ബാങ്ക് ബാലൻസ് ആണ്. ബാങ്ക് ബാലൻസ് ഇവിടെ കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ കൂട്ടുക. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. ആൻ ഇൻഷുറൻസ് പ്രീമിയം $2,000 ഡയറക്ട്ലി പെയ്ഡ് ബൈ ബാങ്ക് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ലെഡ്ജർ ഓർ ക്യാഷ് ബുക്ക്. ഇവിടെ ബാങ്ക് നേരിട്ട് $2,000 ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തു, അത് നമ്മുടെ ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് അവസ്ഥ? നമ്മുടെ ലെഡ്ജർ ബാലൻസ് കൂടുതലും ബാങ്ക് ബാലൻസ് കുറവുമാണ്. അതുകൊണ്ട് നമ്മുടെ ഈക്വേഷൻ അനുസരിച്ച് അവസാനം കിട്ടേണ്ട ബുക്കിലെ ബാലൻസ് കൂടുതലാണെങ്കിൽ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. ഇവിടെ അവസാനം കിട്ടേണ്ടത് ബാങ്ക് ബാലൻസ് ആണ്. ബാങ്ക് ബാലൻസ് ഇവിടെ കുറവായതുകൊണ്ട് നമ്മൾ കുറയ്ക്കുക. പിന്നെ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ, ബാങ്ക് ചാർജസ് $200 ഡെബിറ്റഡ് ഇൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബട്ട് നോട്ട് എൻറ്റേർഡ് ഇൻ ദ ലെഡ്ജർ ഓർ ക്യാഷ് ബുക്ക്. ഇവിടെ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പോലെ തന്നെ ബാങ്ക് ചാർജസ് ബാങ്കിൽ റെക്കോർഡ് ചെയ്തു, നമ്മുടെ ബാങ്ക് ബാലൻസ് കുറഞ്ഞു, പക്ഷേ ഇത് ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ലെഡ്ജർ ബാലൻസ് കൂടുതലും ബാങ്ക് ബാലൻസ് കുറവാണ്. അവസാനം കിട്ടേണ്ട ബുക്കിലെ ബാലൻസ് കുറവാണെങ്കിൽ കുറയ്ക്കുക, കൂടുതലാണെങ്കിൽ കൂട്ടുക. ഇവിടെ എന്താ സംഭവിച്ചത്? അവസാനം കിട്ടുന്നത് ബാങ്ക് ബാലൻസ് ആണ്. ബാങ്ക് ചാർജ് ചെയ്തപ്പോൾ ബാങ്ക് ബാലൻസ് കുറഞ്ഞു, അവസാനം കിട്ടേണ്ട ബുക്കിലെ ബാലൻസ് ബാങ്ക് ബാലൻസ് ആണ്, അതുകൊണ്ട് കുറയ്ക്കുക. അപ്പോൾ ബാലൻസ് ആസ് പെർ ലെഡ്ജർ 12,000, ആഡ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് 5,000, ഇൻഷുറൻസ് പ്രീമിയം ആൻഡ് ബാങ്ക് ചാർജസ് 2,200, ഡിഡക്ട് ദിസ് എമൗണ്ട്, യു വിൽ ഗെറ്റ് ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 14,800. ഈ മെത്തഡ് 2ൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ റീകൺസിലിയേഷൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ക്യാഷ് ബുക്കിൽ അവസാനിപ്പിച്ചു. ഇവിടെ നമുക്ക് സെയിം ബാലൻസ് തന്നെ കിട്ടും. മറ്റേതിൻ്റെ ആഡ് ചെയ്ത സ്ഥലത്ത് ഇവിടെ ഡിഡക്റ്റ് ചെയ്യുക, അവിടെ ഡിഡക്റ്റ് ചെയ്ത സ്ഥലത്ത് ഇവിടെ ആഡ് ചെയ്യുക. അത്രമാത്രമേ അതിൻ്റെ വ്യത്യാസമുള്ളൂ. എപ്പോഴും ഓരോ ട്രാൻസാക്ഷൻ എടുത്ത് വിശദമായിട്ട് അനലൈസ് ചെയ്ത് അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കുക. അവസാനം കിട്ടേണ്ട ബുക്കിലെ ബാലൻസ് കൂടുതലാണെങ്കിൽ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. All the best.